ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് മരിയത്ത് തെരേസ ബിജു. ഞാൻ കൊടകര GLPS4A പഠിക്കുന്നു. ഞാൻ എന്തിനാ വന്നതെന്ന് അറിയോ നിങ്ങൾക്കൊരു പുസ്തകം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ആ പുസ്തകം, പൂവൻകോഴി കൂവനായിട്ട്. ഇതിൽ ധാരാളം ഗുണപാഠകഥകളുണ്ട്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗുണപാഠകഥകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? ഇതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു വീട്ടിൽ വൃദ്ധയായ സ്ത്രീയും 2 അനാഥ പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഇവരുടെ ജോലികൾ കോഴികളെ വളർത്തലും നൂൽ നൂറ്റലുമാണ്. അങ്ങനെ ഇവർക്കൊരു സുന്ദരനായ ഒരു പൂവൻകോഴി ഉണ്ടായിരുന്നു. ഈ പൂവൻകോഴി കൂവുമ്പോഴാണ് ഇവർ നേരത്തെ എഴുന്നേറ്റ് ഇവരുടെ ജോലികൾ തുടങ്ങും. പെൺകുട്ടികൾക്ക് ഇത് ഇഷ്ടമല്ല, കാരണം നേരത്തെ എഴുന്നേക്കട്ടെ. ഒരിക്കൽ ഇവർ വിചാരിച്ചു, ഈ പൂവൻകോഴിയെ കൊല്ലുകയാണെങ്കിൽ നേരത്തെ എഴുന്നേക്കണ്ടല്ലോ, സുഖമായി കിടന്നുറങ്ങാം. അങ്ങനെ ഇവർ ഈ പൂവൻകോഴിയെ കൊന്നുകളഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ വൃദ്ധയായ വല്യമ്മ എല്ലാവരുടെയും കോഴിയെ തപ്പി, എങ്ങും കണ്ടില്ല. അങ്ങനെ ഈ വൃദ്ധയായ സ്ത്രീ ഇവരോട് പറഞ്ഞു, ഉറങ്ങണ്ട, കാരണം പൂവൻകോഴി ഇല്ലല്ലോ, നേരത്തെ എഴുന്നേറ്റ് പണികൾ തുടങ്ങാൻ വൈകും. അതുകൊണ്ട് വരൂ, നമുക്ക് പണികൾ തുടങ്ങാം. അപ്പോഴാണ് പെൺകുട്ടികൾ ചിന്തിച്ചത്, ഞങ്ങൾ പൂവൻകോഴിയെ കൊന്നത് വലിയ ചതിയായി പോയിരുന്നു. പൂവൻകോഴി ഉണ്ടായിരുന്നെങ്കിൽ 4 മണിക്ക് എഴുന്നേറ്റാൽ മതിയായിരുന്നു. ഇതാണെങ്കിലോ ഉറങ്ങാനും പറ്റാത്ത അവസ്ഥയായി. നിങ്ങൾക്കിതിൻ്റെ ഈ കഥയിലെ ഗുണപാഠം മനസ്സിലായോ? എങ്കിൽ ഞാൻ പറഞ്ഞു തരട്ടെ. അധർമ്മത്തിൻ്റെ ഫലം നമ്മളെ കൂടുതൽ കുഴപ്പത്തിലേക്ക് എത്തിക്കും. ഇത് മാത്രമല്ല, ഇതിൽ ഒരുപാട് ഗുണപാഠ കഥകൾ അടങ്ങിയ പുസ്തകമാണ്. ഈ പറ്റുകയാണെങ്കിൽ നിങ്ങൾ വായിച്ചു നോക്കണമെങ്കിൽ. താങ്ക് യു.